അപ്പോൾ കുറച്ചധികം മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ പെട്ടെന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയതാണേ. ഞാൻ ചെറിയ പാത്രത്തിൽ എന്തായാലും കൊള്ളില്ല, വലിയ പാത്രത്തിൽ തന്നെ വെച്ചു കേട്ടോ. ഇത്രയും മുട്ടക്കറി ആരൊക്കെ കൂട്ടാനാന്ന് വിചാരിക്കണ്ട. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നാടൻ രീതിയിൽ ഇങ്ങനെ നമുക്കൊന്ന് മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പം കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ. അതിനകത്തോട്ട് നമ്മളൊരു 10-16 ഉള്ളിൻ്റെ 16-ന് മുകളിൽ ഉള്ളി ഉണ്ടാവും കേട്ടോ. സവോളയാണ്, സവോള അരിഞ്ഞതിട്ടു. അപ്പം സവോള ഒന്ന് വാടി വരുന്ന സമയം അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, സവോള ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്, ഞാൻ പൊടിയുപ്പ് ഉപയോഗിക്കാറില്ല. കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കല്ലുപ്പ് ഇങ്ങനെ ഭരണിയിൽ വെള്ളം ഒഴിച്ച് വെച്ചേക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ്. അല്ലാത്ത രീതിയിൽ തേങ്ങ അരയ്ക്കാതെ മസാല മാത്രം ഇട്ട് ഉണ്ടാക്കുന്ന കറിയുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തേങ്ങ അരച്ച് വെക്കുന്ന കറീനേക്കാളും ഇഷ്ടം മസാലക്കറിയാണ്. പക്ഷേ ഇങ്ങനെ പൊറാട്ടയ്ക്കൊക്കെ കൂട്ടാൻ ഇങ്ങനെ കറി ഉണ്ടെങ്കിൽ ഇതാണ് സംഭവം, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്താ, അതിനകത്തേക്ക് ഉള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള വാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരടുപ്പത്ത് ചോറ് വേവുന്നുണ്ട്, ഒരടുപ്പത്താണ് നമ്മളെ മുട്ടയ്ക്കുള്ള കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നീരാവി കൊണ്ട് ശരിക്കും കാണുന്നില്ല അല്ലേ. അപ്പോൾ ഉള്ളി വാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് നല്ല അത്യാവശ്യം വാടി വരുമ്പോൾ തന്നെ അതിനകത്തേക്ക് ഞാൻ 2 തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. 2 തക്കാളി അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 തക്കാളി ഞാൻ തോന്നുന്നു കുറച്ച് ദിവസം മുമ്പ് വീഡിയോ പിടിച്ച് വെച്ചതുകൊണ്ട് ഓർമ്മയില്ല. എന്തായാലും 2 തക്കാളി ഉണ്ട്. അപ്പം ആ ഉള്ളിയും തക്കാളിയും വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഇത് കാന്താരിയാണ് കേട്ടോ. കാന്താരി മുളക് ചതച്ചതാണ്. നല്ലപോലെ കുറച്ച് കാന്താരി മുളക് നല്ലപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അതും ഒന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇളക്കി. പിന്നെ അതിനകത്തേക്ക് ഞാൻ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 4 ടീസ്പൂൺ എന്തായാലും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അത് ഒന്ന് ആയി വന്നപ്പോഴത്തേക്കും മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇത് മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇപ്പം മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പൊറാട്ടയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അതൊന്ന് മൂക്കട്ടെ. പൊടികളെല്ലാം ഒന്ന് മൂക്കുന്നോടം വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, തേങ്ങ അരച്ച് നല്ലപോലെ അരയണം കേട്ടോ. തേങ്ങ എൻ്റെ മിക്സി കുറച്ച് പ്രായമായിട്ടുണ്ട്, 10-13 വർഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആരോഗ്യക്കുറവ് മൂപ്പർക്ക് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലപോലെ തന്നെ അരഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാൾ മുട്ട തോല് പൊളിക്കുന്നുണ്ട്, ഒരാൾ അപ്പം ചൂടുന്നുണ്ട്. എല്ലാ പണികൾക്കും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം ഇത് കുറച്ച് ദിവസം മുമ്പ് പിടിച്ച വീഡിയോ ആണ്, അതുകൊണ്ട് കൃത്യമായിട്ട് സമയവും കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ലാത്തത്. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയാണ് മുട്ടക്കറി സെറ്റാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മസാല നല്ലപോലെ മൂത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ എല്ലാ പൊടികളും എല്ലാത്തിൻ്റെ ആ പച്ചമണമൊക്കെ മാറി നല്ലൊരു റെഡിഷ് കളറായി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ അരച്ച തേങ്ങയുടെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിക്കാതെ നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അത് ജോയിൻ്റ് ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഈ സമയത്ത് പെരുംജീരകം ഉണ്ടെങ്കിൽ പെരുംജീരകം കൂട്ടി തേങ്ങ അരയ്ക്കുന്ന നല്ല രുചി ഉണ്ടാവും കേട്ടോ. എനിക്ക് പെരുംജീരകം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം അരയ്ക്കാൻ മറന്നു പോയാലും ലാസ്റ്റ് അതൊന്ന് പൊടിച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചി ഉണ്ടാവും കേട്ടോ. പക്ഷേ വലിയ ജീരകം ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് ഞാൻ പെരുംജീരകം ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വാങ്ങിക്കൊണ്ട് വന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജീരകം ഇട്ട് കൊടുത്തത്. അങ്ങനെ നമ്മൾ കറി ഒന്ന് തിളച്ചൊന്ന് റെഡിയായി സമയത്ത് നമ്മൾ മുട്ടയെല്ലാം ഒന്ന് പാകത്തിനാക്കി
ചെറിയ രീതിയിൽ ഒരു ഇതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് എരിവും ഒക്കെ ഉപ്പും എല്ലാം ഒന്ന് ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കണേ. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങയും കറീൻ്റെ ഗ്രേവി എല്ലാം ഒന്ന് റെഡിയായി എന്ന് കാണുമ്പം അത് നമ്മൾ എന്ത് ചെയ്യുക, മുട്ട അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാൻ നമുക്കറിയാമല്ലോ. നമ്മളിതെല്ലാം റെഡി ആകുമ്പോൾ തന്നെ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാനതിൽ വെച്ച് കൊടുത്ത ഇല എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മളെ വീട്ടിലുള്ള ഒരു മല്ലിയിലയില്ലേ, ഒരു നീളത്തിലുള്ള മല്ലിയില, ആ ഇലയാണ് കേട്ടോ അതിനകത്ത് ഇട്ട് കൊടുത്തത്. അതിനൊരു വേറെ ഒരു നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ്. എത്ര ആളുണ്ടെങ്കിലും നമുക്കിതാ കറി വെച്ചിട്ട് പൊറാട്ടയ്ക്കും അപ്പത്തിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.